തേണ്ട ഞാനൊരു കാര്യം പറയാം. ഉത്തരവാദിത്തപ്പെട്ട നിന്റെ അച്ഛനും അമ്മയും വന്നു കഴിഞ്ഞിട്ട് ഇതിനൊരു തീരുമാനം അറിഞ്ഞിട്ട് നിന്നെ ഞാൻ ഈ വീട്ടിൽ കയറ്റാം. അമ്മ എന്ന് പറഞ്ഞാൽ അവൾക്ക് ഫ്രീഡം വേണ്ടേ? എടാ അതവള് മുറിക്കകത്ത് കയറുമ്പോ ഇട്ടോട്ടെ. റൂമിൽ കയറുമ്പോ ഏത് ഡ്രസ്സ് വേണം, അമ്മയ്ക്ക് ഒരു പ്രശ്നമില്ലെന്നാണ് പറയുന്നത്. ആഹാ, നിങ്ങൾ അങ്ങ് ഇട്ടാ മതി നിങ്ങളുടെ റൂമിനകത്ത്. ദീപക്, ഇത് എന്റെ സ്വാതന്ത്ര്യമാണ്, ഞാൻ എന്താ ഇടണ്ടേന്നുള്ളത്. അതിനകത്ത് നിങ്ങൾ ആരും തലയിടേണ്ട കാര്യമില്ല. ഓക്കെ, മനസ്സിലായോ? ചേട്ടാ, ആ കുട്ടി പറഞ്ഞല്ലോ ന്യായം കൊണ്ട് കേട്ടോ. അങ്ങനെ പക്ഷിയും പറപ്പിക്കലും. എന്റെ മമ്മിയെ വിളിക്കട്ടെ. എന്തായാലും അവിടെ മമ്മി വരട്ടെ. A few minutes later. മമ്മി വന്നു. കാലിൽ എന്തോ രക്താണല്ലയോ? എന്തോ നോക്കി നിൽക്കുവാ, ഇറങ്ങി വാ. ജനലിന്റെ പണിയൊക്കെ കഴിഞ്ഞതാ. ധൃതിക്കിടയിലേ മുണ്ടെടുക്കാൻ മറന്നുപോയി. എന്താ ഇവിടെ ഇഷ്യൂ? കഴിഞ്ഞ ഏപ്രിലാണല്ലേ വിഷു, ഇനിയുണ്ടോ വിഷു? വിഷു അല്ല, എന്റെ മോൾ ഇവിടെ എന്താ ഇഷ്യൂ ഉണ്ടാക്കിയെന്ന്. മോൾ ഈ കാണിക്കുന്നൊക്കെ ശരിയാണോ? ആണോ? എന്റെ മോള് തെറ്റായിട്ടൊന്നും കാണിക്കത്തില്ല. അവളെ ഒരു വീട്ടിൽ ചെന്നാൽ എങ്ങനെ ബിഹേവ് ചെയ്യണം, എന്ത് ഡ്രസ് കോഡ് ഇടണം, ആരോട് എങ്ങനെ പെരുമാറണം, സംസാരിക്കണമെന്ന് നന്നായിട്ട് പഠിപ്പിച്ചിട്ട് തന്നെയാ ഞാൻ അവളെ ഇങ്ങോട്ട് കെട്ടിച്ചയച്ചത്. അച്ഛാ, അവളെ അച്ഛനൊക്കെ പഠിപ്പിച്ചത് അവിടെ പപ്പായാന്ന് അവളെ എപ്പോഴും പറയുന്നത്. എന്നിട്ട് പപ്പ ഒരു അക്ഷരം വിടുന്നില്ല, എന്താ കയറി ചെയ്യാന്ന്? മിസ്റ്റർ, ഞാൻ ഇവിടെ എന്ത് സംസാരിക്കണമെന്ന് ഇവൾ തീരുമാനിക്കും. അല്ലാതെ അവള് സംസാരിക്കുന്നതിന്റെ ഇടയിൽ കയറി ഞാൻ സംസാരിച്ചാൽ എന്റെ ചെള്ള അടിച്ച് ഇവള് പൊട്ടിക്കും. യുനോ, അതുകൊണ്ട് ഞാൻ കമ എന്നൊരു അക്ഷരം വിടത്തില്ല. നല്ലത്. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്നും പറയാനില്ലേ? ഇനി ഞങ്ങൾ എന്തോ പറയാനാ? ഫാമിലിയാന്ന് നോക്കിക്കോണേ. ബാസി, കം വിത്ത് മീ. ഓക്കെ ഓക്കെ. അതേ കയറിയിട്ടൊന്നും പോയൊന്നുമല്ല. അല്ലല്ല, ഞാൻ മുമ്പ് ഇതിന്റെ ഇടയിൽ കയറി സംസാരിച്ചില്ലായിരുന്നു. എന്നെ തല്ലാൻ വിളിക്കുക. ഞാൻ ഇനി മേടിച്ചോണ്ട് വരട്ടെ. പ്രിയ, മോൻ ചെന്ന് കേറിയ ഫാമിലി എന്തായാലും കൊള്ളാം.